Hi dears. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഡോപ്പയുടെ ഷോർട്ട് 60 എക്സാമിനെ കുറിച്ച് അല്ലേ. നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്നാണോ അറിയുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേന്നാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ എക്സാം അനൗൺസ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഒരുപാട് കോൾസ് ആൻഡ് മെസ്സേജസ് ആണ് കുട്ടികളുടെ കയ്യിൽ നിന്ന്. സംശയമാണ് അവർക്ക്. എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് +2 കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ, ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക, ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് എഴുതാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവർ +2കാർ തന്നെയായിരിക്കും, +2 സ്റ്റുഡൻസ് തന്നെയായിരിക്കും. റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും എഴുതാൻ പറ്റില്ല എന്നല്ല, നമുക്ക് +1 ടോപ്പിക്സ് ആണ് നമുക്കിതിൽ മെയിൻ നിങ്ങളുടെ പോർഷനായിട്ട് വരിക. +1 ടോപ്പിക്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. എക്സാമിന് ക്വസ്റ്റ്യൻസ് എത്രയാണ്, ഏത് മോഡാണ്, കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. സോ ഇതിനിപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് +2 പഠിക്കുന്ന കുട്ടികൾ എന്ന് മാത്രമല്ല, നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. +2 കഴിഞ്ഞ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, റിപ്പീറ്റ് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ, ഇവർക്കൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾ വെറുതെ സംശയിച്ചിരിക്കേണ്ട. നീറ്റ് എക്സാമിന് വേണ്ടി, നീറ്റ് 2023 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏത് കുട്ടികൾക്കും നമ്മുടെ SS60 എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. ഈ ഷോർട്ട് 60 എക്സാമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ഡോപ്പയിൽ ഫ്രീ ആയിട്ടുള്ള പഠിക്കാനുള്ള അവസരമാണ് ഡോപ്പ ഒരുക്കാൻ പോകുന്നത്. സോ ഇതാരും മിസ്സാക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങൾ നീറ്റ് ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ചാൻസ്. എന്തായാലും എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. സോ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി.